വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി. എല്ലാ ദിവസവും എൻ്റെ വോയിസ് തന്നെ കേട്ടാൽ നിങ്ങൾക്ക് മടുക്കുമല്ലോ. അപ്പോൾ അമ്മുഡൂസിൻ്റെ വോയിസ് ഇന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് ഇരിക്കട്ടെ. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കുറേ ദിവസമായി ഞങ്ങൾ വിചാരിക്കുന്നു അമ്മുഡൂസിൻ്റെ മുടി ഒന്ന് വെട്ടണമെന്ന്. ഇവളാണെങ്കിൽ സ്ലേഡ് കുത്താനും സമ്മതിക്കില്ല, ദുഷിടാനും സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ എന്താ ഓപ്ഷൻ, മുടി വെട്ടിക്കളയാം. അങ്ങനെ ഞാനും പപ്പാച്ചിയും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അമ്മുഡൂസിനെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകുന്നത്. അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. പക്ഷെ ഞങ്ങൾ തൊട്ടടുത്തൊരു കട ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോയി. സാധാരണ അമ്മുഡൂസിനെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകുമ്പം അവൾ ഇങ്ങനെ ഒന്നും അല്ല ഇരിക്കാറ്, ഇങ്ങനെ പോലും ഇരിക്കാറില്ല. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇവളിങ്ങനെ മുടി വെട്ടാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. സാധാരണ മുടി വെട്ടിക്കാൻ പോകുമ്പോൾ അവിടെ ഞങ്ങൾ കാറി പൊളിച്ച് ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ മൊത്തം അറിയിക്കും അമ്മുഡൂസ് മുടി വെട്ടിക്കാൻ വന്നിട്ടുണ്ടെന്ന്. അതുപോലെ കാറിച്ചും ബഹളമായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം അവൾ ഞങ്ങളെ തന്നെ നെറ്റിച്ചു. അവൾ മര്യാദയ്ക്ക് പപ്പാച്ചിന് മടിയിരുന്നു. എന്ത് പറ്റിയെന്നറിയത്തില്ല, എന്തോ ഒരു മഹാ അത്ഭുതം സംഭവിച്ച പോലെയായിരുന്നു ഞങ്ങൾക്ക്. ഇതിനിടയിലാണ് ഞങ്ങൾക്ക് വേറൊരു സത്യം മനസ്സിലായത്. ഈ ചേട്ടൻ കത്രികയും ചേപ്പും ഉപയോഗിച്ചാണ് കൊച്ചിൻ്റെ മുടി വെട്ടിയത്. ഇടയ്ക്ക് ട്രിമ്മർ ഉപയോഗിച്ചപ്പോൾ കൊച്ചു കരഞ്ഞു. അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവൾ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. പിന്നെ ആ ചേട്ടൻ ആ പരിപാടി നിർത്തി കത്രികയും കൊണ്ട് തന്നെ വെട്ടാൻ തുടങ്ങി. അവിടെയാ വണ്ടി പോന്നടെ ഇറങ്ങി.